കോഴിക്കോട് കോടഞ്ചേരി കൂടത്തായിൽ മദ്യലഹരിയിൽ യുവാവിന്റെ പരാക്രമം. ഭാര്യ വീട് ആക്രമിച്ച യുവാവ് മദ്യം ഒഴിച്ച് സ്വന്തം കാറിന് തീയിട്ടു. കൊടുവള്ളി സ്വദേശി ഷമീറാണ് ആക്രമണം നടത്തിയത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചെയ്യുന്ന കൂടുതൽ വിവരങ്ങളുമായി. എന്താണ് ഈ പരാക്രമം? ഇയാളെ ഇപ്പോൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെ? പ്രജിൻ, കോഴിക്കോട് കൂടത്തായിൽ അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മദ്യലഹരിയിലെത്തിയ യുവാവ് ഭാര്യ വീട് ആക്രമിക്കുകയും സ്വന്തം കാർ തന്നെ തീയിട്ട് നശിപ്പിക്കുകയുമായിരുന്നു. ഇയാൾക്ക് ഭാര്യയുമായും ഭാര്യ വീട്ടുകാരുമായും ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇയാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഭാര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഉച്ച കഴിഞ്ഞ് ഭാര്യ വീട്ടിലേക്ക് എത്തിയ ഇയാൾ ഭാര്യ വീടിന്റെ ഗ്രില്ല് തകർത്ത് അകത്ത് കയറുകയും ഗ്യാസ് സിലിണ്ടർ തുറന്നുവിടാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന മദ്യക്കുപ്പിയെടുത്ത് സ്വന്തം കാറിൽ തന്നെ ഒഴിക്കുകയും കാറിന് തീ കൊളുത്തുകയും ചെയ്തു. തുടർന്ന് ഈ ഭാര്യ വീട്ടുകാർ വിളിച്ചതനുസരിച്ചാണ് മുക്കത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി ഈ തീ കെടുത്തുന്നത്. ഒപ്പം തന്നെ കൂടുതൽ അതിക്രമത്തിലേക്ക് നീങ്ങിയ ഈ ഷമീർ എന്നയാളെ, ഇയാൾ കൊടുവള്ളി സ്വദേശിയാണ്, ഇയാളെ നാട്ടുകാരും ഭാര്യ വീട്ടുകാരും ചേർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. വലിയൊരു അപകടം കൂടി അവിടെ ഒഴിവായിട്ടുണ്ട്. കാരണം ഈ കാറിൽ നിന്ന് വളരെ വലിയ രീതിയിൽ തീ പടരുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ വീട്ടിലേക്കൊക്കെ ആ തീ പടർന്നാൽ അത് വലിയൊരു ദുരന്തത്തിനും ഇടയാക്കുമായിരുന്നു. പക്ഷേ ഉടൻ തന്നെ മുക്കത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി ഈ തീ അണയ്ക്കുകയായിരുന്നു. ഒപ്പം ഈ നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കോടഞ്ചേരിയിൽ നിന്ന് പോലീസ് എത്തി നിലവിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പോലീസ് പറയുന്നതനുസരിച്ച് ഭാര്യയുമായുള്ള ചില പ്രശ്നം അതൊക്കെയാണ് ഈ ഒരു മദ്യലഹരിയിലെത്തി വീട് ആക്രമിക്കാൻ ഇയാളെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രജിൻ, എന്നാലും വലിയൊരു അപകടമാണ് അവിടെ ഒഴിവായത് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇപ്പോൾ ഷമീർ എന്ന് പറയുന്ന ഈ കൊടുവള്ളി സ്വദേശിയെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്.